നമസ്കാരം. കാണാത്തതും കേൾക്കാത്തതും. കാറ്റുനോക്കി തൂവുന്ന ഇസ്ലാമികവാദികളുടെ സർവത്ര തിരക്കാണ് യൂട്യൂബിൽ. ക്രൈസ്തവരെ ഹിന്ദുത്വവാദികൾ ആക്രമിച്ചതിൽ അവർക്ക് ലഡുപൊട്ടിയ സന്തോഷം. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തക്കവിധവും ആക്രമിച്ചപ്പോഴും ചിരിച്ചവർക്ക് തിരിച്ചടി കിട്ടിയതാണത്രേ. ക്രൈസ്തവർ അങ്ങനെ ചിരിക്കാറില്ല എന്നത് അവരെ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. വിമർശനത്തിൽ മാനുഷികമായ രോഷം കലർന്നേക്കാം, പക്ഷേ പരിഹാസം ക്രൈസ്തവികമല്ല. ആരുടെയും കുറ്റത്തിലും വീഴ്ചയിലും പരിഹസിക്കാൻ ക്രൈസ്തവ വിശ്വാസം അനുവദിക്കുന്നില്ല. എന്തായാലും ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ പീഡനം ക്രൈസ്തവർക്ക് ഏതോ മഹതി നൽകിയ തിരിച്ചടി എന്ന മട്ടിൽ പരിഹാസപൂർവം വ്യാഖ്യാനിക്കുന്നവർക്ക് അല്പം സാമാന്യ ബോധം ഉണ്ടാകുന്നത് നന്ന്. യൂട്യൂബും ഇസ്ലാമിസ്റ്റ് അവതാരങ്ങളും ഉണ്ടായ ശേഷമല്ല രാജ്യത്ത് ക്രൈസ്തവരുണ്ടായത്, മിഷണറിമാരുണ്ടായത്. ഹിന്ദുത്വവാദികളും വർഗീയവാദികളും ക്രൈസ്തവരെ ആക്രമിക്കുന്നത് പുതിയ സംഭവവുമല്ല. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ 1995 സിസ്റ്റർ റാണി മരിയും, വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ 1999 ഗ്രഹാം സ്റ്റെയിൻസും പുത്രന്മാരും യേശുക്രിസ്തുവിന്റെ രക്തസാക്ഷികളായി. അപ്പോഴും ഇപ്പോഴും അതൊന്നും തടയാൻ ഇസ്ലാമിസ്റ്റുകളുടെ ആൾബലത്തിനോ പിന്തുണയ്ക്കോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ആക്രമണങ്ങളിലും പ്രതിരോധത്തിന് ഇക്കൂട്ടരാരെയും പ്രതീക്ഷിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടുമില്ല. ഇപ്പോഴും എപ്പോഴും കാണുന്നത് ഹിന്ദുത്വവാദി പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ RSSന്റെ ദീർഘകാല ഗൂഢപദ്ധതിയുടെ ഭാഗം തന്നെയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ക്രൈസ്തവരുടെ ബുദ്ധി മങ്ങിപ്പോയിട്ടുമില്ല. പക്ഷേ ക്രൈസ്തവരും സാമൂഹികമായി വിശ്വാസം ഉറപ്പിച്ചിട്ടുള്ളത് മത സാംസ്കാരിക ആധിപത്യ ബോധം ബാധിക്കാത്ത ഭൂരിപക്ഷം ഹൈന്ദവരുടെ സമഭാവനയിൽ തന്നെ. ക്രൈസ്തവർക്കുള്ള പ്രതിരോധം ഉന്നതങ്ങളിൽ നിന്നാണ് വരിക. ആ ശക്തിയാണ് മനസ്സാക്ഷികളെ പ്രവർത്തിപ്പിക്കുന്നത്. ഹിന്ദുത്വവാദികളെ ചെറുക്കാൻ വേണ്ടി മാത്രം രാജ്യത്ത് ന്യായം പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഗണം യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും പശ്ചിമേഷ്യയിലുമെല്ലാം ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ ഉഴറുന്നു. ഹിന്ദുത്വവാദികളുടെ ദുഷ്ടതയും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സംഘങ്ങളെയും ക്രൈസ്തവ നേതൃത്വവും ക്രൈസ്തവ മാധ്യമങ്ങളും എതിർത്ത് പോന്നിട്ടുള്ളതിന് ഇസ്ലാമികവാദികളുടെ സാക്ഷ്യം ആവശ്യമില്ല. ഈ എതിർപ്പ് നിലനിൽക്കെ തന്നെ മോദി ഭരണത്തിലെത്തിയപ്പോൾ അതിനെ താൽക്കാലികമായി സ്വാഗതം ചെയ്തത് ഒരു ക്രൈസ്തവ ഞായർ പത്രമാണ്. അന്ന് ക്രൈസ്തവരേറെ അതിനെ വിമർശിച്ചു. എന്നാൽ കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ തലനീട്ടി പുറത്തു വന്ന ഇസ്ലാമിക തീവ്രവാദ കൗശലങ്ങളും ദുഷ്ടതകളും കണ്ടവർക്ക് ഒരു മോദി ഭരണത്തിന്റെ ഇടവേള നിശ്ചയമായും ആവശ്യമെന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഏക കാരണക്കാർ 2047 ഇന്ത്യ ഭരണം ഏറ്റെടുക്കാൻ കുടില പദ്ധതിയിട്ട ഗ്ലോബലിസ്റ്റ് മത തീവ്രവാദികൾ തന്നെയാണ്. പാകിസ്ഥാൻ വേർപെട്ടത് വഴി 30% നിന്ന് 10% കുറഞ്ഞ മതജനസംഖ്യ ഉയർത്തി രാജ്യത്ത് മതനിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചവരുടെ പദ്ധതിയെ ചെറുത്തത് മോദിക്കാലം. ക്രിസ്മസ് വിരുദ്ധതയേക്കാൾ ഭീകരമായത് രാജ്യത്ത് സംഭവിക്കാതിരിക്കാൻ മോദി ഭരണം കാരണമായി. സാമ്പത്തിക മേഖലയിലടക്കം രാജ്യത്തെ കൂടുതലായി ലോക ശ്രദ്ധയിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതൊക്കെ വേറെ കാര്യം. ഹിന്ദുത്വവാദികൾ ക്രൈസ്തവരെ ദ്രോഹിച്ചു എന്ന് വിമർശിക്കുന്നതിന്റെ അർത്ഥം ആഗോള മതവാദികളുടെ ഭീകരത മായ്ച്ചു കളഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്നല്ല. ക്രൈസ്തവർക്കെതിരെ ഇതുവരെ ഹിന്ദുത്വവാദികൾ ചെയ്തതിനേക്കാൾ എത്രയോ ഏറെ കടുങ്കൈകളാണ് ആഗോളവാദികൾ, ഇസ്ലാമികവാദികൾ ലോകത്ത് ക്രൈസ്തവർക്കെതിരെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. കുരിശുയുദ്ധങ്ങളുടെ പഴി പറഞ്ഞും ക്രൈസ്തവ നാമങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കൾ ചെയ്തതിനെ ക്രൈസ്തവ സഭകളുടെ തലയിൽ കെട്ടിവെച്ചും ക്രൈസ്തവ സഭകളാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുകാർ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ യൂട്യൂബ് ചാനലുകളിലെ കമന്റ് സ്പേസുകളിൽ ഇസ്ലാമിക നാമധാരികളുടെ കുത്തൊഴുക്കുണ്ട്. പക്ഷേ ക്രൈസ്തവ വിശ്വാസ മന്ത്രം കേട്ടാലോ ക്രൈസ്തവരെ കണ്ടാലോ ആളുകൾ പൊതു ഇടങ്ങളിൽ ഭയന്നോടുന്ന അവസ്ഥയില്ല. മറിച്ച് ആരെ കണ്ടാൽ എന്ത് കേട്ടാലാണ് ആളുകൾ കൂട് പൊളിച്ചു വന്ന കടുവയെ കണ്ടാൽ എന്ന പോലെ പേടിച്ച് പായുന്നതെന്ന് ചിന്തിക്കുക. അതിന്റെ കാരണവും യഥാർത്ഥത്തിൽ മതഗ്രന്ഥം പറഞ്ഞ് പേടിപ്പിച്ചും പ്രവാചക ശാസനമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും നരകഭയം കുത്തിച്ചെലുത്തിയില്ലെങ്കിൽ ലോകത്തെ 200 കോടി മുസ്ലിങ്ങളിൽ എത്ര പേർ ആഗോളവാദികളുടെ
തീവ്രവാദത്തിനും ചാവേർ ഏർപ്പാടിനും കൂട്ടുനിൽക്കുമെന്ന് ആലോചിക്കുക. ലോകം നിലനിൽക്കുന്നത് ഭൂരിപക്ഷവും ഇത്തരം ഏർപ്പാടിന് സന്നദ്ധമല്ലാത്തത് കൊണ്ടാണ്. അത് ഗ്ലോബലിസ്റ്റുകളുടെ കിങ്കരന്മാർ മറക്കേണ്ട. ഉത്തരേന്ത്യയിലെ ക്രിസ്മസ് വിരുദ്ധ അതിക്രമങ്ങൾ കണ്ട് ഇസ്ലാമികവാദികൾ ഏറെ ചിരിക്കേണ്ട. ഹിന്ദുത്വവാദികളുടെ വിദ്വേഷ പ്രചാരണത്തിനെതിരെ 3 പതിറ്റാണ്ട് മുമ്പ് മുതലേ ശക്തമായ വിമർശനം നടത്തുന്നുണ്ട് ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ മാധ്യമങ്ങളും. രാജ്യത്തെ ഹൈന്ദവ ഭൂരിപക്ഷത്തെ ഒരിക്കലും ഭയക്കുകയോ പഴിക്കുകയോ വേണ്ടി വന്നിട്ടില്ല. എന്നാൽ സാമൂഹിക ആധിപത്യത്തിന് ശ്രമിക്കുന്ന ഹിന്ദുത്വവാദികളോട് ഇത് രണ്ടും വേണ്ടി വന്നിട്ടുണ്ട്. അവരെ തിരിച്ചറിയുന്നതിൽ പെശക് പറ്റിയിട്ടുമില്ല. എങ്കിലും ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനും അനിസ്ലാമിക ചെറുപ്പക്കാരെ വരെയും തീവ്രവാദവൽക്കരിക്കാനുമുള്ള ഭയങ്കര പദ്ധതിയുടെ സാധ്യത ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എന്ന മട്ടിലെങ്കിലും തടയാൻ മോദിയുടെ കാലത്തിന് കഴിഞ്ഞു. ക്രിസ്മസ് വിരുദ്ധത മോദി ഭരണത്തിനെതിരെ ലോക മനസ്സ് തിരിയാൻ ഇടയാക്കി എന്നത് വാസ്തവം. പഴിക്കേണ്ടത് മോദിയെയാണ്. മോദിയും യോഗിയുമെല്ലാം ഒരേ ലക്ഷ്യത്തിലാണോ പ്രവർത്തിക്കുന്നത്? സംശയിച്ചേ മതിയാകൂ. സംശയങ്ങൾ പലതാണ്. മോദിയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ ഇത്രത്തോളം മതി, ഇനി മോദി തനിയെ മുമ്പോട്ട് പോകേണ്ട എന്ന് നിശ്ചയിച്ച യഥാർത്ഥ ഹിന്ദുത്വവാദ ശക്തികൾ കരുക്കൾ നീക്കിയിട്ടില്ലേ? ലോകം ശ്രദ്ധിക്കുന്ന രീതിയിൽ പൊടുന്നനെ ക്രിസ്മസ് വിരുദ്ധത കത്തിച്ച് മോദിയെ ലോകത്തിന് മുമ്പിൽ അസ്വീകാര്യനാക്കാൻ ശ്രമിച്ചത് ഇനി മോദി വളരേണ്ട തത്വശാസ്ത്രം മുന്നിട്ട് നിന്നാൽ മതി എന്ന് വളരെ മുൻകൂറായി നിശ്ചയിച്ചവരാണോ? മോദിയിൽ മറ്റെന്തൊക്കെ കൂടി ഉണ്ടെങ്കിലും നിശ്ചയമായും ഒരു പൊതു രാഷ്ട്രീയ നേതാവ് ഉണ്ട് എന്ന് തന്നെ ഭൂരിപക്ഷം പേരും കരുതുന്നു. അവസരം നോക്കി മോദിയെ വാഴ്ത്തി വ്യക്തിപൂജ ക്യാപ്സ്യൂളുകൾ പരത്തുന്നതിൽ ഹിന്ദുത്വവാദികൾ വലിയ സാമർത്ഥ്യം തന്നെ കാട്ടി. വിശ്വഗുരു എന്നും പുകഴ്ത്താനും ലോകം സനാതന ധർമ്മത്തോടുള്ള ആവേശത്തിന്റെ പിടിയിലെന്ന് പ്രചരിപ്പിക്കാനും ഇന്ത്യ സൗരയുധ ശക്തി എന്ന മട്ടിൽ പൊങ്ങച്ചം വിളമ്പാനും നിരവധി പേർ. മലയാളത്തിലുമുണ്ട് ഇത് ചെയ്യുന്ന ഇന്ത്യ മോദി പൊങ്ങച്ചവാദികളായ യൂട്യൂബ് ചാനലുകൾ. അവർക്കിനി മോദിയെ ഉപമിക്കാൻ മാഗ്നൻ ചക്രവർത്തി മാത്രമേ മിച്ചമുള്ളൂ. മാൻഡ്രേക്ക് കോമിക്സിലെ 10 ലക്ഷം ഗ്രഹങ്ങളുടെ അധിപൻ മാഗ്നൻ. പക്ഷെ എല്ലാം തകർത്ത് മോദിയെ കണ്ടാൽ ലോകം പുരികം ചുളിക്കാൻ ഇടയാക്കുന്ന വിധത്തിൽ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകളും ഭരണത്തലവന്മാരും ഹിന്ദുത്വ തീവ്രവാദികളും കാര്യങ്ങൾ നീക്കുകയായിരുന്നോ? പൊടുന്നനെ എരിഞ്ഞ ക്രിസ്മസ് വിരുദ്ധത കാണുമ്പോൾ സംഘശക്തികളുടെ നെടുനാൾ പദ്ധതി സംശയിക്കാം. ഇസ്ലാമിസ്റ്റുകളുടെ മതാധിപത്യവാദം പോലെ ഹിന്ദുത്വ സാംസ്കാരികവാദ ധാർഷ്ട്യം രണ്ടിനെയും ക്രൈസ്തവർ എതിർക്കുന്നു. സംശയം വേണ്ട. ആദ്യത്തേതിന്റെ ആഗോള ഭയാനകതയെ കൂടുതൽ തിരിച്ചറിയുകയും ചെയ്യുന്നു. പക്ഷേ അതേ ആഗോള വ്യാപന മോഹമാണ് മോദിയെ ചതിക്കുന്ന ഹിന്ദുത്വ ശക്തികൾക്കും ഉള്ളതെന്ന് വേണം കരുതേണ്ടത്. ഇത്തരം കുതന്ത്രങ്ങളിലും ലക്ഷ്യങ്ങളിലും താല്പര്യമില്ലാത്തവരാണ് സ്വസ്ഥ ജീവിതം ആഗ്രഹിക്കുന്ന ലോകത്തെ ഭൂരിപക്ഷം ജനങ്ങളും എന്നത് ഇരു കൂട്ടരെയും ഓർമ്മിപ്പിക്കാം. ഏതായാലും ഇന്ത്യ ഇനി ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപനം ആവശ്യമില്ല എന്ന് പറയുന്നവർ തന്നെ ഇന്ത്യ ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്ന് വ്യംഗ്യമായി സമ്മതിക്കുകയാണ്. അത് തന്നെയാണ് സത്യം. സങ്കടകരം. പണ്ഡിതൻ എന്ന് ധരിച്ചിരുന്ന ഒരാൾ പണ്ഡിത മന്യൻ അഥവാ പണ്ഡിതൻ എന്ന് സ്വയം കരുതുന്ന ആൾ എന്ന മട്ടിലേക്ക് മാറിപ്പോകുന്നു. മതപരിവർത്തനം കുറ്റകരവും ശിക്ഷാർഹവുമെന്ന് ആ വ്യക്തി യൂട്യൂബ് ചാനലിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ അക്കാദമിക് പണ്ഡിതനാണ്. ആ പാണ്ഡിത്യത്താൽ അദ്ദേഹം സെമിനാരി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തിട്ടുമുണ്ട് എന്നാണ് അറിവ്. പക്ഷെ ക്രൈസ്തവ വിഷയങ്ങൾ അറിയാമെന്ന് സ്വയം കരുതാൻ അത് പോരല്ലോ. ക്രൈസ്തവ പാഠങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് അപബോധനം. മതനിരപേക്ഷവാദി എന്ന മട്ടിൽ നിന്ന് കറതീർന്ന ഹിന്ദുത്വപക്ഷവാദി എന്ന വിധത്തിലേക്ക് ഒരു അക്കാദമിക പണ്ഡിതൻ മാറിപ്പോയ കാഴ്ച കേരളം കാണുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷേ മതപരിവർത്തനം കുറ്റകരമെന്ന് സ്വന്തം മനസാക്ഷി കൊണ്ട് പറയാൻ വെറും സ്വാതന്ത്ര്യം പോരാ. മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ അതിരുകളും അടച്ചുകെട്ടാൻ പോകുന്ന മതവാദ നിർബന്ധ ബുദ്ധി തന്നെ വേണം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മതപ്രചാരണത്തിനുള്ള അനുവാദം ഈ രാജ്യത്ത് ഇല്ല എന്നാണ്. ക്രൈസ്തവരുടെ കാര്യമാണ് പ്രത്യേകമായ സൂചന. ഉദ്യോഗ നേട്ടങ്ങളുടെ കാലത്തെ രാഷ്ട്രീയം വിട്ട് അടുത്തൂൺ കാലത്ത് ഭരണഘടനയേക്കാൾ വലുതായി അദ്ദേഹം കൈക്കൊണ്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അദ്ദേഹത്തെ പഠിപ്പിച്ചതാകാം. ജനിച്ചു വീണത് ഏത് മതത്തിലാണോ അത് മാറാൻ പാടില്ലെന്ന തത്വത്തിന് കിടിലോൾ കിടിലം എന്ന നിർമ്മിതി വാക്കല്ലാതെ എന്തു പറയാൻ?
ഭരണഘടനയ്ക്ക് കീഴിലുണ്ടായ നിയമപ്രകാരം നിർബന്ധിത മതപരിവർത്തനം കുറ്റകരമാണെന്ന് ഏത് പൗരനും അറിയാം. നടപടിക്ക് നിയമം പര്യാപ്തവുമാണ്. പക്ഷെ ഹിന്ദുത്വവാദികൾക്കും അവരുടെ സർക്കാരുകൾക്കും വേണ്ടത് ആ നിയമമല്ല. അവർ ഭയപ്പെടുന്നത് ഇല്ലാത്ത നിർബന്ധിത മതപരിവർത്തനത്തെയല്ല, തിരുവചനത്തിന്റെ ശക്തി പ്രകടമാകുന്ന എല്ലാ അനുഭവങ്ങളെയുമാണ്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെയാണ് അവിവേകത്താൽ അവർ ഭയക്കുന്നതും എതിർ ശക്തിയായി കാണുന്നതും. വീണ്ടും പറയട്ടെ, നിർബന്ധിത മതപരിവർത്തനം ആര് നടത്തിയാലും കുറ്റകരമാണ്. ക്രൈസ്തവരോ മുസ്ലിങ്ങളോ എന്നല്ല, കറുവാപ്പസി എന്ന പേരിൽ ഭീഷണിപ്പെടുത്തി ഹിന്ദുത്വവാദികൾ തന്നെ നടത്തിയാലും. പക്ഷേ കറുവാപ്പസിയിലെ കുറ്റകരമായ സംഭവങ്ങൾ കാണാൻ ആളില്ല എന്ന് മാത്രം. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുവാൻ തീരുമാനിക്കുന്നത് എങ്ങനെ കുറ്റകരമാകുമെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു തരട്ടെ. നിർബന്ധിച്ച് ആരെയാണ് ക്രൈസ്തവ വിശ്വാസിയാക്കാൻ പറ്റുക? അതിന് കണ്ടുപിടിച്ച ന്യായമാണ് ക്രിപ്റ്റോ ക്രിസ്ത്യാനിറ്റി എന്ന ആരോപണം. നിർബന്ധവും പ്രലോഭനവും കൊണ്ട് ആരും ക്രിപ്റ്റോ ക്രൈസ്തവരാകില്ല. ഉള്ളിൽ വിശ്വാസ തീക്ഷ്ണതയുണ്ടാകണം. അങ്ങനെ ആരെങ്കിലും ഉള്ളത് വിശ്വാസം വെളിപ്പെടുത്തിയാൽ ഹിന്ദുത്വവാദികളുടെ ഭീഷണിയും സംവരണ വിവേചനവും നേരിടേണ്ടി വരും എന്ന അവസ്ഥ നിമിത്തമാണ്. അത് ക്രൈസ്തവ പ്രവർത്തകരുടെ കുറ്റം കൊണ്ടല്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ നിർബന്ധിത മതം മാറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയെന്ന ആരോപണവും ഇതേ മട്ടിലുള്ള ചില ഹിന്ദുത്വവാദികളുടെ ആയുധ പ്രയോഗമാണ്. നിർബന്ധിത മതപരിവർത്തനത്തിന്റെ നടപടികൾ എന്ന് പഴിച്ച് ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ ഞെരുക്കാനുള്ള നിയമങ്ങളാണ് BJP സർക്കാരുകൾ നിർമ്മിച്ചത്. വചനം അറിയിക്കുന്നത് കുറ്റകൃത്യമാക്കിയതിലെ ഭരണഘടനാ വിരുദ്ധത രാധാകൃഷ്ണന്റെ മനസ്സാക്ഷിയും അന്തരംഗവും കാണുന്നില്ല. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണെന്ന് റോമാക്കാർക്കുള്ള ലേഖനത്തിലെ പരിശുദ്ധ ബൈബിൾ വചനം മഹാകുറ്റത്തിനുള്ള ആഗോള പ്രേരണയെന്ന് ഇനി മുതൽ രാധാകൃഷ്ണന്മാർ പറഞ്ഞേക്കുമോ? ക്രൈസ്തവ വിശ്വാസിയാകാനുള്ള ജ്ഞാനസ്നാനത്തിന് കാർമ്മികത്വം വഹിച്ചാൽ മതി കിരാത നിയമപ്രകാരം മതം മാറ്റിക്കൽ എന്ന കുറ്റമാകാൻ. കാർമ്മികനെ കുറ്റവാളി എന്ന് വിധിക്കാനും ഏത് പോലീസിനും ആ പേരിൽ കേസെടുക്കാം. ഇത് തെറ്റെന്ന് പറയാൻ പോകുന്ന സ്വതന്ത്ര മനസാക്ഷി അദ്ദേഹത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ലായിരിക്കാം. അദ്ദേഹത്തെ കൊണ്ട് വല്ലതുമൊക്കെ പറയിക്കുന്ന പല ചാനലുകൾക്കും അങ്ങനെ തന്നെയാകാം. അറിയാത്ത ക്രൈസ്തവ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. പരിശുദ്ധ ദൈവമാതാവിന് സഹരക്ഷക എന്ന വിശേഷണം വേണ്ടെന്ന് ലയോ 14 മാർപ്പാപ്പ വ്യക്തമാക്കിയ നാളുകളിലും താൻ ധരിച്ചു വെച്ചത് മാത്രം അദ്ദേഹം പുറത്തുവിട്ടു. തെറ്റായാലും ഹിന്ദുത്വവാദികളെ തൃപ്തിപ്പെടുത്താൻ ഇത് മതിയായിരിക്കും. ക്രൈസ്തവ സത്യങ്ങളുടെ ചെലവിലാണല്ലോ തെറ്റു പറയുന്നത്. ഹിന്ദുത്വവാദികൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, കിട്ടുന്നത് കർണാമൃതം. വിവേകമില്ലാത്ത നിരവധി യൂട്യൂബർമാർ ഇത്തരത്തിൽ പറയുന്നത് ക്രൈസ്തവർക്ക് പ്രശ്നമില്ല. അക്കാദമിക അംഗീകാരവും ക്രൈസ്തവരുടെ വിശ്വാസവും ആർജിച്ച ആളുടെ മാറ്റം അങ്ങനെയല്ല. അനാദരവില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിലെ പൊള്ള് ക്രൈസ്തവർ തിരിച്ചറിയുന്നുണ്ട്. അത് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നതാണ് അദ്ദേഹത്തിന് ശ്രേഷ്ഠം. കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്തയാഴ്ച.